അരനൂറ്റാണ്ടായി CPM-ന്റെ കൈവശമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൈമോശം വരുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ കരുതിയില്ല. ആ കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടെ BJP ആഴത്തിൽ വേരുറപ്പിക്കുന്നു എന്ന് CPM-ന് മനസ്സിലായി. നേരത്തെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ശക്തി കൂടുതലാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം കൂടിയായതോടെ BJPയുടെ അടിവേര് നന്നായി പടർന്നു. എങ്ങനെയെങ്കിലും സമരം ചെയ്തും ബഹളം വെച്ചും സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് CPM-ന് അറിയാം. പ്രത്യേകിച്ച് മേയർ VV രാജേഷ് ചെയ്യുന്നതെല്ലാം വാർത്തയാകുന്നു, കൈയടി നേടുന്നു. ഇതിനു മുമ്പ് തിരുവനന്തപുരം കണ്ട ഒരു മേയറല്ല VV രാജേഷ്. ജനങ്ങൾക്കൊപ്പം നിന്ന് ഇതുവരെ ആരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അനധികൃത കയ്യേറ്റക്കാരെയൊക്കെ ഒഴിവാക്കി സാധാരണ മനുഷ്യരുടെ വിഷയങ്ങൾക്കൊപ്പം നിൽക്കുന്ന മേയറാണ്. ഈ അപകടം കൂടി തിരിച്ചറിഞ്ഞാണ് CPM ഗുണ്ടകളെ ഇറക്കി കലാപം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹൈക്കോടതിയുടെ വിധിക്ക് എതിരായി ഒരു സമരം സംഘടിപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുക? BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു CPM ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അത് ശരിവെച്ചു. ഹൈക്കോടതി ശരിവെച്ചെങ്കിലും CPM-നെ ഞെട്ടിച്ചുകൊണ്ടൊരു ഓപ്ഷൻ കൊടുത്തു. ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ ഇത് സാങ്കേതികമായ ഒരു പിശകിന്റെ പുറത്തെ ജനവിധിയെ അട്ടിമറിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്താൽ പ്രശ്നം പരിഹരിക്കും എന്ന് കോടതി പറയുന്നു. 4 ആഴ്ച സമയവും കൊടുത്തു. വാസ്തവത്തിൽ കോടതി വിധി BJPക്കായിരുന്നില്ല, CPM-നായിരുന്നു തിരിച്ചടി. CPM ആഗ്രഹിച്ചത് സത്യപ്രതിജ്ഞ അസാധുവാക്കി ഇവരുടെയൊക്കെ കൗൺസിൽ അംഗത്വം അസാധുവാക്കി കളയുമെന്നാണ്. അങ്ങനെ ഓടുപൊളിച്ച് കോർപ്പറേഷൻ ഭരണത്തിൽ എത്താൻ കാത്തിരുന്ന CPM-ന് കിട്ടിയ തിരിച്ചടിയായിരുന്നു ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്താൽ മതി പ്രശ്നം പരിഹരിക്കാനെന്ന ഹൈക്കോടതി വിധി. BJP ആവട്ടെ ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ കോടതി വിധി വന്ന അന്ന് വൈകുന്നേരം തന്നെ സത്യപ്രതിജ്ഞയും നടത്തി. CPM ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു തിരിച്ചടി.